നമസ്കാരം. മഴ കനത്തു, റോഡേത് തോടേത് എന്നറിയാത്ത അവസ്ഥയായി. ഡാമുകളൊക്കെ നിറയാൻ തുടങ്ങി. എന്നിട്ടും KSEBക്ക് ഇതിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം. 4500 മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതികളാണ് ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത്. വേനൽക്കാലത്ത് വൈദ്യുതിക്ക് ഏർപ്പെടുത്തിയ യൂണിറ്റിന് 19 പൈസ എന്ന നിരക്കിലുള്ള സർചാർജ് ജൂണിലും തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ പരിശോധിക്കാം. ഏകദേശം 30,000 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കേരള സംസ്ഥാനം ഒരു വർഷം ഉപയോഗിക്കുന്നത്. ഇവിടെ വെറും 5800 ദശലക്ഷം യൂണിറ്റിൽ താഴെ വൈദ്യുതി മാത്രമേ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അതിൻ്റെ 10-1 പോലുമില്ല സൗരോർജ്ജ വൈദ്യുതിയുടെ കാര്യം. ഏകദേശം 13,000 ദശലക്ഷം യൂണിറ്റിനടുത്ത് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്. ഇതിൻ്റെ ചെലവ് ഏകദേശം 9,000 കോടി രൂപയ്ക്കടുത്താണ്. ഒരു യൂണിറ്റിന് ശരാശരി 10-12 രൂപ നിരക്കിലാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത്. ജലവൈദ്യുത പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ 1 രൂപയ്ക്ക് അടുത്താണ് ഉൽപ്പാദന ചെലവ് ഒരു യൂണിറ്റിന്. പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ അളവ് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഇതിനുള്ള അനുമതിയും റെഗുലേറ്ററി കമ്മീഷൻ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ജലവൈദ്യുത പദ്ധതികളും അവയുടെ ഉൽപ്പാദന ശേഷിയും നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നുള്ളത് ഇടുക്കിയാണ്. 780 മെഗാവാട്ടാണ് കപ്പാസിറ്റി. ഇവിടെ 130 മെഗാവാട്ട് വീതമുള്ള 6 ജനറേറ്ററുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ 800 മെഗാവാട്ട് ശേഷി കൂടി വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ കേന്ദ്രാനുമതി ലഭിച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. പക്ഷേ KSEBയുടെ ഭാഗത്ത് നിന്ന് ഇതിനായി ഒരു നീക്കുപോക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. 300 മെഗാവാട്ട് മൂഴിയാർ പദ്ധതിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത 3000 മെഗാവാട്ടിൻ്റെ പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതിയുടെ കാര്യത്തിലും KSEB ഉഴപ്പുകയാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം ഒഴുക്കിക്കളയുന്ന വെള്ളം വീണ്ടും ശേഖരിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന പദ്ധതിയാണ് പമ്പ്ഡ് സ്റ്റോറേജ്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ നമുക്ക് 3000 മെഗാവാട്ടിൻ്റെ അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇതൊക്കെ കൂടാതെ ഇഴഞ്ഞു നീങ്ങുന്ന വേറെയും 96 ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ 800 മെഗാവാട്ട് വൈദ്യുതി ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും KSEBയുടെ യൂണിയൻ രാജിന് പുറം വൈദ്യുതിയോടാണ് പ്രിയം. ഇതൊക്കെ സഹിക്കാൻ വിധിക്കപ്പെട്ടവരായി കേരള ജനതയും. താങ്ക് യു.